ആധുനിക രീതിയിൽ നിർമ്മിച്ച കോട്ടക്കൽ നഗരസഭാ കൌൺസിൽ ഹാൾ MP അബ്ദുസമ്മദ് സമദാനി MP ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യത്തിന്റെ വസന്തങ്ങളാണ് ഓരോ കൌൺസിൽ ഹാളുകളുമെന്ന് സമദാനി അഭിപ്രായപ്പെട്ടു. സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ്, ഈ ജനാധിപത്യ പ്രക്രിയയെ കൂടുതൽ എളുപ്പമാക്കാനാണ്, ശാക്തീകരിക്കാനാണ്, നന്നായിട്ട് യോഗം നടത്താനും നന്നായിട്ട് ചർച്ചകൾ നടത്താനും കൗൺസിലർമാർക്ക് വന്ന് ഇരുന്ന് ചർച്ചകളിൽ പങ്കാളികളാകാനും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനും ചർച്ചകൾ സമന്വയിപ്പിക്കാനും സമാഹരിക്കാനും അവസാനം ഒരു ജനാധിപത്യപരമായിട്ടുള്ള തീരുമാനങ്ങളിൽ എത്തിച്ചേരാനും ഒക്കെ ഉപകാരപ്പെടുന്ന വലിയൊരു ഇൻഫ്രാസ്ട്രക്ചർ, ഭൗതിക സൗകര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വലിയൊരു വികാസമാണ് കോട്ടക്കൽ നഗരസഭയിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ ബന്ധപ്പെട്ടവരൊക്കെ ചെയർപേഴ്സൺ അടക്കം, വൈസ് ചെയർമാനടക്കം, കൗൺസിലർമാരടക്കം നഗരസഭ 2024-25 സാമ്പത്തിക വർഷത്തിൽ ഉൾപ്പെടുത്തി 65 ലക്ഷം രൂപ ചെലവിലാണ് ഹാൾ നിർമ്മിച്ചിരിക്കുന്നത്. രണ്ടാം നിലയിൽ 3000 ചതുരശ്ര അടിയിൽ സജ്ജമായ ഹാൾ പൂർണ്ണമായും ശീതീകരിച്ചതാണ്. ചെയർപേഴ്സൺ, വൈസ് ചെയർമാൻ, സെക്രട്ടറി എന്നിവർക്കുള്ള ഇരിപ്പിടങ്ങൾക്ക് മുഖാമുഖമാണ് മറ്റു ജനപ്രതിനിധികൾക്കുള്ള ഇരിപ്പിടങ്ങൾ. എല്ലാവർക്കും സംസാരിക്കാൻ മൈക്ക് സെറ്റ് സംവിധാനവും ഉണ്ട്. വാർത്തകൾ ശേഖരിക്കാനെത്തുന്ന മാധ്യമപ്രവർത്തകർക്കുള്ള ഇരിപ്പിടങ്ങളും ടോയ്ലറ്റ് സൗകര്യവും ഉൾപ്പെടുത്തിയതാണ് നഗരസഭയുടെ പുതിയ കൌൺസിൽ ഹാള്. ഉദ്ഘാടന ചടങ്ങിൽ നഗരസഭ ചെയർപേഴ്സൺ ഡോക്ടർ ഹനീഷ അധ്യക്ഷത വഹിച്ചു. ജനപ്രതിനിധികളായ റസാഖ് ആലമ്പാട്ടിൽ, പാറോളി റംല, നുസൈബ അൻവർ, PT അബ്ദു, പുതുക്കുടി മറിയാമു, T കബീർ, K ഗോപിനാഥൻ, KP റാഷിദ്, രാഷ്ട്രീയ നേതാക്കളായ TP ഷമീം, P സേതുമാധവൻ, K ഹരിദാസ്, അലവിക്കുട്ടി, KK നാസർ, C ഷംസുദ്ദീൻ തുടങ്ങിയവരും സംസാരിച്ചു. ചടങ്ങിൽ മികച്ച മാലിന്യമുക്ത പുരസ്കാരങ്ങൾക്ക് അർഹരായ കോട്ടക്കൽ ഗവൺമെന്റ് രാജാസ് ഹയർ സെക്കൻഡറി സ്കൂൾ, വൈദ്യരത്നം PS വാര്യർ ആയുർവേദ കോളേജ്, കോട്ടക്കൽ ഹരിതകർമ്മസേന എന്നിവരെയും ആദരിച്ചു. വൈസ് ചെയർമാൻ ചെരട മുഹമ്മദ് അലി, സൂപ്രണ്ട് ഫെമി തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. മലബാർ ടൈംസ്, കോട്ടക്കൽ.